ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ച് കേട്ട് കാണും അല്ലേ? അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓൺ ഡിമാൻഡ് എക്സാംസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ NIOSന് 2 ബാച്ചുകളിലായിട്ടാണ് ഇയർലി എക്സാംസ് നടക്കുന്നത്. അത് ഒന്ന് ഏപ്രിൽ ബാച്ചും ഒന്ന് ഒക്ടോബർ ബാച്ചുമാണ്. ഈ ഏപ്രിൽ ബാച്ചിലും ഒക്ടോബർ ബാച്ചിലും അല്ലാതെ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെസിലിറ്റി കൂടി NIOS ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ NIOSൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷക്കാലത്തിനുള്ളിലാണ് നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കേണ്ടത്. നിങ്ങൾക്ക് അത്രയും വലിയൊരു കാലപരിധി നിങ്ങൾക്ക് NIOS ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ എഴുതി എക്സാം പാസ്സായി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ അബ്രോഡ് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു, നിങ്ങൾ പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആവട്ടെ, നിങ്ങൾക്ക് എക്സാം നിങ്ങൾ ഉദ്ദേശിച്ച ഇയറിൽ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. അതല്ല, ബാച്ച് വൈസ് ആയിട്ട് എഴുതാൻ ഒരിക്കലും പറ്റില്ല, ഭയങ്കര തടസ്സങ്ങളാണ്, ഓൺ ഡിമാൻഡ് ആയിട്ട് എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്ന സ്റ്റുഡൻസിന് ആ ഒരു വഴി ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്തിരിക്കാനും പറ്റില്ല, അതിനിടയ്ക്ക് എക്സാം എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്കും ഓൺ ഡിമാൻഡ് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബാച്ചിൽ എക്സാം എഴുതണം എന്ന് തീരുമാനിക്കാവുന്നതാണ്. അപ്പം അതിന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഓൺ ഡിമാൻഡ് എക്സാംസ് ചൂസ് ചെയ്യാം. സോ ഇങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൺ ഡിമാൻഡ് എക്സാംസ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ ഏപ്രിൽ ബാച്ചിലും ഒക്ടോബർ ബാച്ചിലും അല്ലാതെ ഇതിനിടയ്ക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് നടക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിലും ഓൺ ഡിമാൻഡ് എക്സാംസ് നടക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് വൈസ് എക്സാം ഏപ്രിൽ മെയിൻ്റെ നടക്കുവാണല്ലോ. അപ്പം അത് കാരണം ആ 2 മാസങ്ങളിലും ഓൺ ഡിമാൻഡ് എക്സാം ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാം വരുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ്. അപ്പം ഈ ഒരു 4 മാസമാണ് പിന്നീട് ഓൺ ഡിമാൻഡ് എക്സാംസ് ഉണ്ടായിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതിനിടയ്ക്ക് ഒരു ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഉണ്ടാവും. സോ ഇയർലി വരുന്ന 2 ബാച്ചസ് അല്ലാതെ ഈ മിസ് ഇപ്പോൾ പറഞ്ഞ മാസങ്ങളിലാണ് നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് നടക്കുക. സോ ഇങ്ങനെ നടക്കുന്ന ഓൺ ഡിമാൻഡ് എക്സാംസിൻ്റെ കുറച്ചുകൂടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് നടക്കുന്ന മാസങ്ങളിൽ ഏത് ഡേറ്റിൽ എക്സാം എഴുതണം എന്നുള്ളത് വരെ നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് തരും. അതായത് കുറച്ച് ഡേറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളത് വരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ടാണ് ഇത് ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഫെബ്രുവരി മന്തിൽ, അതായത് 2025 ഫെബ്രുവരി മന്തിൽ 1 മുതൽ 15-ാം തീയതി വരെ എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇനി വരുവുള്ളൂ. ഇനി അടുത്തത് വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുന്നത് ജൂണിലാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസങ്ങളിലെ ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ് ഇനി വരുന്നത്. സോ നിങ്ങളൊന്ന് ഈ മന്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ മന്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കൺവീനിയൻ്റ് ആണ്, ഒക്ടോബർ ബാച്ചിന് മുമ്പ് എഴുതി തീർക്കുകയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസങ്ങളിലായിട്ട് എക്സാം എഴുതാം. ഇനി ഓൺ ഡിമാൻഡ് എക്സാമിൻ്റെ എക്സാം രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇതിന് എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് കൃത്യമായ ലിങ്ക് നമ്മുടെ NIOSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് തന്നെ കിട്ടും. ഓൺ ഡിമാൻഡ് എക്സാം ആരംഭിക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ എക്സാം പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് NIOSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അറിയാൻ പറ്റും. സോ ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫെസിലിറ്റി കൂടെ അറിഞ്ഞിരിക്കുക. ഈ ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പറ്റില്ല, എന്നാൽ ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്തിരിക്കാനും പറ്റില്ല എന്നുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഭയങ്കര പോസിബിൾ ആണ്, നിങ്ങൾ യൂസ് ചെയ്യുക. സോ ഇങ്ങനെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡ്രോബാക്കുകളുണ്ട്, അതായത് കുറച്ച് പ്രശ്നങ്ങളും ഇതിലുണ്ട്. ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് മലയാളം എഴുതാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി ചൂസ് ചെയ്യാനേ പറ്റുള്ളൂ.
സോ അതുകൊണ്ട് നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാംസിൽ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എഴുതണം എന്ന് ചിന്തിച്ചിരുന്നാൽ അത് സാധിക്കില്ല. നിങ്ങൾക്ക് ഹിന്ദി തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനുണ്ട്. അപ്പം ഹിന്ദി നിങ്ങൾക്ക് അറിയാത്ത സബ്ജക്റ്റ് ആണ്, എന്നാൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് പൊടി തട്ടിയെടുത്താൽ ഓക്കെ ആണ്, ഹിന്ദി എക്സാം എഴുതാം സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളവർക്കൊക്കെ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എഴുതി തന്നെ പാസ്സായി വരാൻ സാധിക്കും. അതല്ല ഹിന്ദി ഒട്ടും പറ്റില്ല എന്നുള്ളവർ ഉണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ അല്ലാതെ ഉള്ള ഏപ്രിൽ ബാച്ചിലോ ഒക്ടോബർ ബാച്ചിലോ തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഓൺ ഡിമാൻഡിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതിനുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ആലോചിച്ചിട്ട് ഓൺ ഡിമാൻഡ് എക്സാം ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ. ഇനി ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുമ്പം ഇനി നിങ്ങൾക്ക് 3 മാസം സമയം തികച്ചുണ്ടാവും. അതായത് നെക്സ്റ്റ് ജൂൺ ജൂലൈയിലൊക്കെ ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ. സോ ഇങ്ങനെ ഒരു 3 മാസ കാലം കൊണ്ട് ഇത്രയും സിലബസ് കംപ്ലീറ്റ് പഠിച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് പഠിക്കാവുന്ന സിലബസും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ യൂസ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിലാണ് എക്സാം വരുന്നത്, അല്ലെങ്കിൽ ഇനി 2 മാസം കൊണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഓൺ ഡിമാൻഡ് എക്സാംസിന് ഫോക്കസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സുകൾക്കും ഫോക്കസ് ചെയ്തുകൊണ്ടും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള വളരെ ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട്സുകളും ഒക്കെ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം, സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം, ഇത്തരത്തിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇയർലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ്ഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെത് പർച്ചേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ ചെറിയ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എക്സാം ഹാളിൽ കിട്ടുന്ന സമയത്ത് അത് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു ധൈര്യവും അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങളിത് സോൾവ് ചെയ്ത് പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയിന്റ്സ് ഒക്കെ മൈൻഡിലേക്ക് വരും, എക്സാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാനും ഒക്കെ പറ്റും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇതുവരെ ഉള്ള സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ എക്സാം എഴുതിയതിന് ശേഷം സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്കുകൾ കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി മെറ്റീരിയൽസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് NIOSൻ്റെ എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കംപ്ലീറ്റും കവർ ചെയ്യാനായിട്ട് ഗൈഡ് ബുക്കുകളുടെ ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് പഠിക്കുന്ന അതേ ഗൈഡ് ബുക്ക് നിങ്ങൾക്കും പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമ്മുടെ ബുക്ക് അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് കൊറിയർ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. സോ ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സുകളും ഇനി വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് ഏതാണ് എന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്